നമസ്കാരം. വൈകുണ്ഠ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈശാഖ്. എൻ്റെ കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഭസ്മം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് അത് നിങ്ങളോട് പറയണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭസ്മം ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ദോഷകരമായിട്ടല്ല. അത് ഉപകാരത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് ഏത് വിശ്വാസക്കാർക്കും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭസ്മം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലെ ആഷ് അല്ലെങ്കിൽ വിഭൂതി എന്നൊക്കെ ചിലർ പറയും. ഈ പറയുന്ന രീതിയിൽ ഭസ്മം ഇപ്പോഴത്തെ ഭസ്മം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭസ്മമാണല്ലോ. അത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു, എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. പല കെമിക്കലായിട്ടുള്ള കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥമായിട്ടുള്ള ഭസ്മം തൊടുന്നത് അത് എങ്ങനെ വേണമെങ്കിൽ തൊടാം. ഈ പറയുന്ന വെള്ളത്തിൽ ചാലിച്ച് തൊടാം, അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചയായിട്ട് തൊടാം എന്നൊക്കെയാ പറയാം. അതായത് അങ്ങനെ തന്നെ തൊടാം എന്നാണ് പറയുന്നത്. അതിന്റെ ഉപകാരം എന്തെന്ന് വെച്ചാല് ഈ പറയുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഭസ്മം തൊടുമ്പോൾ നമ്മളുടെ നെറ്റിയില്, അതുപോലെ തന്നെ നമ്മളുടെ മുട്ടില്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ജോയിന്റില്, അതുപോലെ തന്നെ അടിവയറില്, ശിരസില്, കഴുത്തില്, പരമാവധി ജോയിന്റുകളിലാണ് നമ്മൾ, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ ഈ പറയുന്ന സന്ധി എന്ന് പറയുന്ന എല്ലുകളുടെ സന്ധി. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഭസ്മം തൊടുന്നത്. അത് പണ്ടേ അങ്ങനെയാണ്. ഇപ്പൊ ഒരു പൂജാരിയായി എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിലാണ് അവർ സ്പെഷ്യലായിട്ട് ചിന്തിച്ചിട്ട് തൊടുന്നത്. അപ്പോൾ ഈ തൊടുന്ന ഭാഗങ്ങളിൽ നിന്ന് നീര് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ഭസ്മത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അത് ഉണ്ടാക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ്. അപ്പോ അത് പോരാഞ്ഞിട്ട് ഈ പറയുന്ന രീതികളിൽ നമ്മളുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ, ടെമ്പറേച്ചർ, അതിനെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഭസ്മത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഇപ്പോൾ വിരൽത്തുമ്പിലാണ് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളേജ് ഒക്കെ ഉള്ളത്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കൂ. ഒരുപാട് ഹെൽത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പ്രസ്താവിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന പല ഗുണഗണങ്ങളുള്ള ഒന്നാണ് ഈ പറയുന്ന ഭസ്മം എന്ന് പറയുന്നത്. അപ്പോ ദയവ് ചെയ്തത് ശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഭസ്മങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതേ വരുള്ളൂ, അല്ലെങ്കിൽ നല്ല കാര്യത്തിലേക്ക് അത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഇപ്പൊ ശുദ്ധമായിട്ടുള്ള ഭസ്മം കിട്ടാൻ? അത് പല ബുക്കുകളിലും പല പാരമ്പര്യങ്ങളിലും ഈ പല രീതികളിലാണ് അത് ഉണ്ടാക്കുന്നത്. അത് ആദ്യം ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ബുക്കിൽ നിന്ന് വായിച്ചതാണ്. ഈ പുല്ലു മാത്രം തിന്നുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുല്ല് മാത്രമല്ലേ പശു എന്നില്ല കേട്ടോ, ഇവിടെ പല രീതികളിലും പശു ഇപ്പൊ തിന്നുന്നുണ്ട്. അപ്പോ ഈ പുല്ല് മാത്രം തിന്നുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം, ആ ചാണകം ശിവരാത്രിയില് ഉമിയിൽ ചുട്ടെടുത്ത് അത് ഭസ്മമാക്കി ഈ പറയുന്ന രീതിയിൽ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ആ വരുന്ന ചാരം അതിലിട്ട് അതിൽ നിന്നും ഊറി വരുന്ന ഭസ്മം ഉണക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഭസ്മമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടും. അതിൽ നിന്ന് ഊറി വരുന്ന പൊടി, ഭസ്മല്ല പൊടി,
അത് ഉണക്കുമ്പോഴാണ് അതിനെ ഭസ്മമായിട്ട് കിട്ടുന്നത്. അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരും. കാരണം പനി, തലവേദന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ അന്ധമായിട്ടുള്ള വിശ്വാസപ്രകാരം ഇപ്പൊ പനി വന്ന് നേരെ വന്ന് കുറെ കൊണ്ടുപോയി ഭസ്മം ഇട്ടത് കൊണ്ട് അർത്ഥമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാ, പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. പിന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവനെയായിട്ടാണ് ഈ പറയുന്ന ഭസ്മത്തെ സങ്കല്പിക്കുന്നത്. അപ്പോ വിശ്വാസപ്രകാരം അത്രയ്ക്കും പവിത്രപരമായിട്ടാണ് ആ ഭസ്മം ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം അതിനത്ര പ്രാധാന്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അതൊരിക്കലും അന്ധമാവാൻ പാടില്ല. അത് നമ്മളൊരു ജീവിതചര്യയായിട്ട് എടുക്കേണ്ടതാണ്. അതാണ് ഉത്തമം. അതായത് ശിവനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിൻ്റെയും അവസാനമായിട്ടാണ് ശിവനെ നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം, എല്ലാത്തിൻ്റെയും അന്ത്യം എന്നാണ് ശിവനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ജ്യോതിഷപ്രകാരവും താന്ത്രിക പ്രകാരം എല്ലാത്തിലും ചിന്തിക്കുന്നത് അങ്ങനത്തെ രീതിയാണ്. കാരണം ഏതൊരു കാര്യങ്ങൾ കത്തിച്ചാലും, ഏതൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സംഭവം കത്തിച്ചാലും ഈ പറയുന്ന രീതിയിൽ ഭസ്മമാണ് കിട്ടുക. ഭസ്മം കത്തിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഭസ്മം തന്നെയാണ് കിട്ടുക. അപ്പൊ അതാണ് ഭസ്മത്തിന് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല എന്നാ പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ അത് തന്നെയാണ് ശിവൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ശുദ്ധമായിട്ടുള്ള ഭസ്മം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഭസ്മം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപകാരത്തിനെക്കാട്ടും കൂടുതൽ ഉപദ്രവങ്ങളാണ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഭസ്മം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഹോമങ്ങളൊക്കെ നടക്കുമല്ലോ, ആ ഹോമത്തിലെ പ്രത്യേകിച്ച് ശൈവഹോമം, ഈ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ ഈ പറയുന്ന അഘോര ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഹോമകുണ്ഡത്തിലെ ചാരം ഉപയോഗിക്കുന്നത് നല്ലതായിട്ടായിരിക്കും. ആ ചാരം ഉപയോഗിക്കുമ്പോൾ അതും കൂടി ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം ഔഷധ ചെടികൾ അല്ലെങ്കിൽ ഔഷധ ചമതകള് വെച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് ഈ പറയുന്ന ഹോമകുണ്ഡത്തിലുള്ളത്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് വളരെ അധികം നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വരും, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഭാഗം കാണുക. ശരി, നന്ദി, നമസ്കാരം.